വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഞാനൊരു കലാകാരനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതായത് അദ്ദേഹം സിനിമയിൽ വന്ന ആദ്യത്തെ ഒരു ഷോട്ടുണ്ട്. അതായത് ഒരു ലോങ് കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരികയാണ്. റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിൽ ഒരു ലോങ് കോട്ട് ഇട്ടിട്ട് ഇൻട്രൊഡ്യൂസിംഗ് സായ് കുമാർ എന്ന് കാണിച്ചപ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്. യെസ്, with a big round of applause, ladies and gentlemen, please welcome Sai Kumar, the one and only Sai Kumar, please. Sai Kumar, mic കൊടുക്കൂ. Yes, Sai. നമുക്ക് ഇരിക്കാം അല്ലേ? ഇത് എല്ലാവരും ഇരിക്കും. ഇത് നമ്മുടെ സ്വന്തം വീട് പോലെ കണക്കാക്കാം. ഇവിടെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. സായി എന്നോട് ചോദിക്കാനുള്ളതെല്ലാം സായിക്ക് ചോദിക്കാം, ഞാൻ സായിയോട് ചോദിക്കാനുള്ളതെല്ലാം ഞാൻ ചോദിക്കാം. എക്സ്പീരിയൻസ് നമുക്ക് നേരിട്ട് ദർശിക്കാൻ കഴിയും. ബിന്ദു പണിക്കർ പ്ലീസ് വരൂ. അദ്ദേഹത്തിന്റെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ എവിടെ വേണമെങ്കിലും ഇരിക്കാം. ബിന്ദുവിനെ നമ്മൾ കോമഡി രൂപത്തിൽ കണ്ടിട്ടുണ്ട്, സീരിയസ് വേഷത്തിൽ കണ്ടിട്ടുണ്ട്. കേരള ഗവൺമെന്റിന്റെ മികച്ച ക്യാരക്ടർ ആക്ട്രസിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. നിശ്ചയം പ്രകടിപ്പിച്ചു ഇത്ര ചെറിയ വേഷം ബിന്ദു ചെയ്യുമോ? പക്ഷെ ബിന്ദു ഒരു മടിയും കൂടാതെ, അത് കല്യാണി ഉള്ളത് കൊണ്ടല്ല കേട്ടോ, ആ വേഷം ചെയ്തു. ആ വേഷം ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ബിന്ദു ആണ് ചെയ്യേണ്ടത്. അതിൽ വെച്ച് ചോദിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇവിടെ വെച്ച് ചോദിച്ചോളൂ. ചോദിച്ചോട്ടല്ലേ, എന്നുള്ള അവസരമല്ലേ. സായി ഉത്തരം മുട്ടിക്കരുത് പ്ലീസ്. ജഗദീശന്റെ എന്താ പറയാ, നല്ല വാക്കുകൾക്ക്, സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് നന്ദി, സന്തോഷം. എനിക്ക് പ്രത്യേകം ചോദിക്കാനൊന്നുമില്ല. വീട്ടിൽ തന്നെ ഉള്ളത് അല്ല, ഈ ഇൻഡസ്ട്രി വന്നിട്ട് അത്രയേ ഉള്ളൂ. ജഗദീഷിൽ 40 വർഷം ആയിട്ടുണ്ടാവും, ഞാനൊരു 39 വർഷത്തോളമായിട്ടുണ്ടാവും. അത്രയാണ് വ്യത്യാസം. അപ്പോൾ ആ വ്യത്യാസത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് കഥാപാത്രം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൗതുകമുണ്ടല്ലോ. അതൊരെന്താ പറയുക, അതിന് ആ ഒരു സന്തോഷമാണോ, അത് എന്താണ് അതിൻ്റെ ആ വികാരത്തിൻ്റെ പേരെനിക്കറിയില്ല. അത് ദൂരെ നിന്ന് നോക്കി കാണുമ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോഴും ഉണ്ടാവുന്ന ഒരു സന്തോഷവും, ഇതൊക്കെയാണ് മാർക്കോസിനെ ചെയ്യാനുള്ള കാരണം. ബിന്ദു രണ്ട് വാക്കൂടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരത്തെ പറയാനായിട്ട് മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത ചോദ്യം വന്നു, അതുകൊണ്ടാണ്. എന്താ പറയാ, എല്ലാവരും പോലെ തന്നെ സന്തോഷം. പിന്നെ ഷർഫിൻ്റെ കൂടെ ഞാൻ പണികൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും ഒരുപാട് സന്തോഷം. ഇഷ്ടപ്പെട്ട എല്ലാവരും ഉള്ളതിൽ